ഇന്നത്തെ അറിയിപ്പുകൾ. പരീക്ഷാ തട്ടിപ്പുകളും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും ഇനി കടുത്ത ശിക്ഷ. പബ്ലിക് എക്സാമിനേഷൻസ് ഭേദഗതി ബിൽ 2026 കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. തിങ്കളാഴ്ച ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. പരീക്ഷാ തട്ടിപ്പുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ നിയമപരമായ ചട്ടക്കൂട് കൂടുതൽ കർശനമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പബ്ലിക് എക്സാമിനേഷൻസ് ഭേദഗതി ബിൽ 2026 കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. പുതിയ ഭേദഗതി പ്രകാരം പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് ശിക്ഷാ കാലാവധി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2024 നിയമപ്രകാരം കുറഞ്ഞ ശിക്ഷ 3 വർഷമായിരുന്നത് 5 വർഷമായും പരമാവധി ശിക്ഷ 5 വർഷത്തിൽ നിന്ന് 10 വർഷമായും ഉയർത്തി. ശിക്ഷയോടൊപ്പം ഈടാക്കാവുന്ന പരമാവധി പിഴത്തുക 10 ലക്ഷം രൂപയിൽ നിന്ന് 50 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചു. സംഘടിതമായ പരീക്ഷാ തട്ടിപ്പുകളിൽ ഏർപ്പെടുന്നവർക്ക് കുറഞ്ഞത് 7 വർഷം തടവും 10 കോടി രൂപ പിഴയും പുതിയ ഭേദഗതി പ്രകാരം ചുമത്തും. പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ച വരുത്തുന്ന സർവീസ് പ്രൊവൈഡർമാർക്ക് 5 കോടി രൂപ വരെ പിഴയും 8 വർഷത്തേക്ക് പരീക്ഷാ നടത്തിപ്പിൽ നിന്ന് വിലക്കാനും ഭേദഗതി ശുപാർശ ചെയ്യുന്നു. കേസുകളുടെ വിചാരണയ്ക്കായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ഈ ബില്ലിന് മുൻഗണന നൽകണമെന്നും വരുന്ന തിങ്കളാഴ്ച തന്നെ ലോക്സഭയിൽ അവതരിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ 4000-ലധികം അധ്യാപകരുടെ ഒഴിവ്. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് പകുതിയിലധികവും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി മൊത്തം 4224 അധ്യാപകരുടെ ഒഴിവുകളാണുള്ളത്. ഇതിൽ പകുതിയിലധികവും LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ്. 2734 അധ്യാപക തസ്തികകൾ. ഹൈസ്കൂളിൽ 1260ഉം LPയിലും UPയിലും 737 വീതവുമാണ് ഒഴിവുകളുള്ളത്. ഒഴിവുകളുടെ കണക്കിൽ തൊട്ടുപിന്നാലെയുള്ളത് HSST ആണ്. ജൂനിയർ വിഭാഗമാണ്. സംസ്ഥാനത്താകെ ഈ വിഭാഗത്തിൽ 713 ഒഴിവുകളുണ്ട്. HSSTയിൽ 225 ഒഴിവുകളും. ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്ന വൊക്കേഷണൽ ടീച്ചർ തസ്തികയിൽ 378 ഒഴിവുകളും വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ തസ്തികയിൽ 156 ഒഴിവുകളുമുണ്ട്. വിവിധ ജില്ലകളിലായി പ്രഥമാധ്യാപകരുടെ 944 ഒഴിവുകളിലും നിയമനം നടക്കാനുണ്ട്. തസ്തിക നഷ്ടം വരുന്ന അധ്യാപകരെ ക്രമീകരിച്ച ശേഷമായിരിക്കും ബാക്കി ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കടമെടുത്തത് 10,400 കോടി രൂപയെന്ന് കണക്കുകൾ. 2.5 മാസത്തിനുള്ളിൽ 5 തവണയാണ് വായ്പ എടുത്തിരിക്കുന്നത്. ധവളപത്രത്തിലടക്കം മുൻ സർക്കാരിന്റെ വായ്പയെടുക്കലിനെ രൂക്ഷമായി വിമർശിച്ച UDF അധികാരത്തിലേറിയതിനു ശേഷം 10,400 കോടി രൂപ കടമെടുത്തെന്നാണ് റിപ്പോർട്ട്. മെയ് 26-ന് 1,800 കോടി വായ്പ എടുത്തിരുന്നു. 2,800 കോടി എടുത്തത് ജൂൺ 9-ന്. പിന്നാലെ ജൂൺ 23-ന് വീണ്ടും 1,800 കോടി. ജൂലൈ 7-ന് വീണ്ടും 1,800 കോടിയും ജൂലൈ 21-ന് 2,200 കോടിയും കടമെടുത്തെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഓണക്കാലം വരുന്ന സാഹചര്യത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ സർക്കാർ നൽകേണ്ടതുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസവും കടമെടുത്തത് എന്നാണ് വിവരം. എന്നാൽ സർക്കാർ അധികാരത്തിലേറി 2.5 മാസം കൊണ്ട് ഇത്രയും തുക കടമെടുത്തത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാഗമണ്ണിൽ സർക്കാർ ഭൂമി വ്യാപകമായി കയ്യേറിയെന്ന ആക്ഷേപം. കയ്യേറ്റത്തിനെതിരെ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ മൊട്ടക്കുന്നിൽ 25 ഏക്കറോളം ഭൂമിയിലാണ് ഭൂമാഫിയയുടെ കയ്യേറ്റം. 2012-ൽ സർക്കാർ ഏറ്റെടുത്ത 80 കോടിയോളം രൂപ വില വരുന്ന ഭൂമിയാണ് നിലവിൽ കയ്യേറ്റക്കാരുടെ കയ്യിലുള്ളത്. പട്ടയ വിതരണത്തിന് വിലക്കുണ്ടായിരുന്ന 2001-ൽ 4 പ്രവാസി വ്യവസായികൾക്ക് ഈ ഭൂമിക്ക് പട്ടയം അനുവദിക്കുകയുണ്ടായി. അമേരിക്കൻ പട്ടയം എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. മൊട്ടക്കുന്നുകൾക്ക് പട്ടയം നൽകാൻ പാടില്ലെന്ന വ്യവസ്ഥയുൾപ്പെടെയുള്ള നിയമങ്ങൾ ലംഘിച്ചാണ് ഉദ്യോഗസ്ഥർ അന്ന് പട്ടയം നൽകിയത്. 2012-ൽ കയ്യേറ്റം എന്ന് കണ്ടെത്തി 150ഓളം ഏക്കർ ഭൂമി റവന്യൂ വകുപ്പ് തിരിച്ചുപിടിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ സ്ഥാപിച്ച ബോർഡ് പിഴുതുമാറ്റി 25 ഏക്കറിൽ കയ്യേറ്റക്കാർ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. കയ്യേറ്റത്തിനെതിരെ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും കയ്യേറിയ ഭൂമി റിസോർട്ട് മാഫിയയ്ക്ക് മുറിച്ചു വിൽക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.